നമസ്കാരം. 1986 ഒക്ടോബർ 2 ചെന്നൈ വെസ്റ്റ് അണ്ണാനഗറിലെ 18-ാം നമ്പർ അവന്യൂ. ആഡംബര ബംഗ്ലാവിൻ്റെ വലിയ ഇരുമ്പ് ഗേറ്റിൽ വീണ്ടും വീണ്ടും കോളിംഗ് ബെല്ല് ശബ്ദം മുഴങ്ങി. വീട് വാങ്ങാൻ അഡ്വാൻസ് തുകയുമായി വന്ന ബ്രോക്കർ പ്രസാദ് വാതിലിലേക്ക് നോക്കി നിന്നു. സാധാരണയായി ബെല്ലടിയേറ്റ ഉടൻ തുറക്കാറുള്ള ആ വാതിൽ അന്ന് അടഞ്ഞു കിടക്കുകയായിരുന്നു. ദിവസങ്ങളായി റാണിയെയും അമ്മയെയും ഫോണിൽ കിട്ടാത്തതുകൊണ്ടാണ് പ്രസാദ് നേരിട്ടെത്തിയത്. പെട്ടെന്നാണ് ഒക്ടോബറിലെ ആ സായന്തനക്കാറ്റിൽ കലർന്ന അസഹ്യമായ ഒരു ദുർഗന്ധം പ്രസാദിന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അടിച്ചു കയറിയത്. ഭയത്തിന്റെ ഒരു തണുത്ത അലച്ചിൽ അയാളുടെ നട്ടെല്ലിലൂടെ കടന്നുപോയി. വീടിന്റെ പിൻഭാഗത്തേക്ക് നടന്ന അയാൾ നേരിയ തോതിൽ ചാരിയിട്ടിരുന്ന പിൻവാതിൽ കണ്ടു. അകത്തേക്ക് കയറിയ പ്രസാദിനെ സ്വീകരിച്ചത് ഈച്ചകളുടെ ഭീതിജനകമായ ഇരമ്പലായിരുന്നു. ആ വലിയ ബംഗ്ലാവിന്റെ ഒരു കുളിമുറിയുടെ മുന്നിലെത്തിയപ്പോൾ പ്രസാദ് കണ്ട കാഴ്ച തമിഴകത്തെയും മലയാളക്കരയെയും ഒരുപോലെ നടുക്കിയ ഒരു ക്രൂരമായ കൊലപാതകത്തിന്റെ ബാക്കി പത്രമായിരുന്നു. അവിടെ ജീർണിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത വിധം കിടന്നിരുന്നത് മറ്റാരുമായിരുന്നില്ല. ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായ സിനിമാ നടി റാണി പത്മിനിയും അവരുടെ അമ്മയുമായിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി ആ അടച്ചിട്ട മുറിയിൽ ആരുമില്ലാതെ ആ മൃതദേഹങ്ങൾ കിടക്കുകയായിരുന്നു. സിനിമയെപ്പോലും തോൽപ്പിക്കുന്ന ഒരു തിരക്കഥയുടെ ഒടുവിലത്തെ ഭാഗമായിരുന്നു അത്. 1962 മദ്രാസിൽ ജനിച്ച റാണി പത്മിനിയുടെ ജീവിതം സിനിമയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. സിനിമയിൽ തിളങ്ങാൻ കഴിയാതെ പോയ അമ്മ ഇന്ദിരയുടെ അടങ്ങാത്ത മോഹങ്ങളായിരുന്നു മകളിലൂടെ വളർന്നത്. വെറും 19-ാം വയസ്സിൽ 1981 സംഘർഷം എന്ന ചിത്രത്തിലൂടെ റാണി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. അപൂർവമായ സൗന്ദര്യവും കണ്ണുകളിലെ നിഷ്കളങ്കതയുമായ പ്രണയഭാവവും റാണിയെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയാക്കി. ശ്രദ്ധേയമായ ചിത്രങ്ങൾ തേനും വയമ്പും, താറാവ്, തുഷാരം, പറങ്കിമല, കഥയില്ലാതെ, ആശ, അനുരാഗക്കോടതി, ഭീമൻ, കുയിലിനെ തേടി, അതിരാത്രം, കിളിക്കൊഞ്ചൽ. എന്നാൽ നിർമ്മാതാക്കളും സംവിധായകരും റാണിയുടെ അഭിനയശേഷിയേക്കാൾ അവരുടെ ശരീര സൗന്ദര്യത്തെയാണ് ഉപയോഗപ്പെടുത്തിയത്. ഒരു ഗ്ലാമർ റോൾ അല്ലെങ്കിൽ മാദകസുന്ദരി എന്ന ഇമേജിലേക്ക് അവർ ഒതുക്കപ്പെട്ടു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ഇത്തരം വേഷങ്ങൾ സ്വീകരിക്കാൻ അമ്മ ഇന്ദിരയും റാണിയെ പ്രേരിപ്പിച്ചു. 5 വർഷത്തെ ചുരുങ്ങിയ കരിയറിനുള്ളിൽ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 50-ലധികം സിനിമകൾ അവർ അഭിനയിച്ചു കഴിഞ്ഞു. ഹിന്ദി സിനിമയിലെ ഭാഗ്യം പരീക്ഷിക്കാൻ ബോംബെയിലേക്ക് പോയെങ്കിലും പരാജയപ്പെട്ട് മടങ്ങേണ്ടി വന്നതോടെ റാണിയുടെ കരിയറിൽ മടുപ്പ് ബാധിച്ചു തുടങ്ങി. സിനിമാ മോഹങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് അവർ അമ്മയോടൊപ്പം ചെന്നൈയിലെ ബംഗ്ലാവിൽ താമസം തുടങ്ങി. അവിടെ വെച്ചാണ് പുതിയ ജീവനക്കാരെ അവർ നിയമിക്കുന്നത്. പത്രപരസ്യം കണ്ടാണ് ഡ്രൈവറായി ബൈരാജ് എത്തുന്നത്. തുടർന്ന് വാച്ചറായി ലക്ഷ്മി നരസിംഹവും കുക്കായി ഗണേശും ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ ഈ ജീവനക്കാരുടെ ക്രിമിനൽ പശ്ചാത്തലം തിരിച്ചറിയാൻ റാണിക്കോ അമ്മയ്ക്കോ കഴിഞ്ഞില്ല. ജബരാജും ലക്ഷ്മി നരസിംഹവും മുൻപ് ഒരേ ജയിലിൽ കിടന്ന പഴയ മോഷണ കേസ് പ്രതികളായിരുന്നു. വൈകാതെ ഗണേശനും ഇവരുടെ സംഘത്തിൽ ചേർന്നു. ഇതിനിടയിൽ ഒരു ദിവസം റാണിയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ച ഡ്രൈവർ ബൈരാജിനെ അവർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ അപമാനം അയാളിൽ കടുത്ത പ്രതികാര ബുദ്ധി ഉണർത്തി. അക്കാലത്താണ് റാണി പത്മിനി തങ്ങൾ താമസിക്കുന്ന വലിയ ബംഗ്ലാവ് വിൽക്കാൻ തീരുമാനിക്കുന്നത്. ബ്രോക്കർ പ്രസാദുമായി നടത്തിയ ചർച്ചയിൽ വീടിന്റെ വില മുഴുവൻ പണമായി വാങ്ങാനാണ് അവർ താല്പര്യപ്പെട്ടത്. ഈ വിവരം പുറത്തുനിന്ന ബൈരാജിന്റെ ചെവിയിലെത്തി. വീട്ടിൽ ലക്ഷക്കണക്കിന് രൂപയും ആഭരണങ്ങളും ഉണ്ടെന്ന നിഗമനത്തിൽ മൂവർ സംഘം ഒരു ഭീകരമായ കൊള്ളയും കൊലപാതകവും ആസൂത്രണം ചെയ്തു. 1986 ഒക്ടോബർ 15-ാം തീയതി രാത്രി റാണിയും അമ്മയും രാത്രിയിൽ മദ്യപിക്കുന്ന പതിവ് പ്രതികൾക്ക് അറിയാമായിരുന്നു. മദ്യലഹരിയിൽ തികച്ചും അശക്തയായിരുന്ന റാണി അടുക്കളയിലേക്ക് പോയ ആ സമയം നോക്കി പ്രതികൾ ആക്രമണം ആരംഭിച്ചു. ആദ്യം അവർ അമ്മ ഇന്ദിരയെ ആക്രമിച്ച് മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു. അമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ റാണി കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടന്ന അമ്മയെയാണ്. ഭയന്നു വിറച്ച റാണി മുകളിലത്തെ നിലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ക്രൂരന്മാരായ ആ മൂവർ സംഘം അവരെ പിന്തുടർന്ന് പിടികൂടി. മരിക്കാറായ അമ്മയുടെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് റാണിയെ അവർ ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കി. അതിനുശേഷം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ റാണിയെയും കുത്തിക്കൊലപ്പെടുത്തി.
കൊലപാതകത്തിന് ശേഷം ഏകദേശം 15 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും 10,000 രൂപയും കവർന്ന് പ്രതികൾ ആ ഇരുട്ടിൽ അപ്രത്യക്ഷരായി. 5 ദിവസത്തിന് ശേഷം മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ അവ അത്രമേൽ ജീർണിച്ചിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പോലും സാധാരണ രീതിയിൽ നടത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഒടുവിൽ ബംഗ്ലാവിന്റെ മുറ്റത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്നു. വൻ താരമായി തിളങ്ങി നിന്ന ആ നടിയുടെയും അമ്മയുടെയും ഭൗതിക ശരീരങ്ങൾ കവറുകളിലാക്കി ഒരു കാറിന്റെ ഡിക്കിയിൽ വെച്ചാണ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയത്. അതിനേക്കാൾ ദാരുണം, ആ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ സ്വന്തം ബന്ധുക്കൾ പോലും എത്തിയില്ല എന്നതാണ്. ഒടുവിൽ ചലച്ചിത്ര സംഘടനകളാണ് സംസ്കാര ചുമതല ഏറ്റെടുത്തത്. കേസിലെ പ്രതികളായ ബൈരാജും കൂട്ടാളികളും പിന്നീട് പോലീസിന്റെ പിടിയിലാവുകയും കോടതി അവരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. എങ്കിലും ഈ കൊലപാതകത്തിന്റെ പിന്നിൽ സിനിമാ രംഗത്തെ ചില വൻപന്മാരുടെ കൈകളുണ്ടെന്ന അഭ്യൂഹങ്ങൾ കാലങ്ങളോളം ചെന്നൈ നഗരത്തിൽ പ്രചരിച്ചിരുന്നു. ബൈരാജ് മറ്റാരെയോ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുത്തതാണെന്ന കഥകളും ഉയർന്നു കേട്ടു. എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ അവയൊക്കെ വെറും ഗോസിപ്പുകളായി അവശേഷിച്ചു. വെറും 24-ാം വയസ്സിൽ പൊലിഞ്ഞുപോയ റാണി പത്മിനിയുടെ ജീവിതം വിധി എഴുതിയ ഏറ്റവും ക്രൂരമായ ഒരു തിരക്കഥയായിരുന്നു. വെള്ളിത്തിരയിലെ ഗ്ലാമറിനും പ്രശസ്തിക്കും പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചതിക്കുഴികളുടെയും ഏകാന്തതയുടെയും ഭയാനകമായ ഓർമ്മപ്പെടുത്തലായി റാണി പത്മിനി ഇന്നും സിനിമാ ചരിത്രത്തിൽ അവശേഷിക്കുന്നു.